ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ പൈനാപ്പിൾ പായസമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ പൈനാപ്പിൾ പായസം വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. ഭയങ്കര ടേസ്റ്റുള്ള ഒരു പായസമാണ് പൈനാപ്പിൾ പായസം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. ഇപ്പോൾ ഓണമൊക്കെ വരാൻ പോവാണ്. അപ്പം ഓണത്തിന് പൈനാപ്പിൾ പായസം ട്രൈ ചെയ്യുക. അതുപോലെ പൈനാപ്പിൾ അലർജിയോ അല്ലെങ്കിൽ പൈനാപ്പിൾ ഇഷ്ടമില്ലാത്ത ആൾക്കാരൊക്കെ ആണെങ്കിൽ ട്രൈ ചെയ്യേണ്ട, കാരണം ഇഷ്ടപ്പെടില്ല. കാരണം പായസത്തിന് നല്ല പൈനാപ്പിൾ ഫ്ലേവർ ഉണ്ടാക്കും. അപ്പം വീഡിയോയിലോട്ട് പോകാം. പൈനാപ്പിൾ പായസം ഉണ്ടാക്കാൻ വേണ്ടത് ആദ്യം നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കുക. പുളിയുള്ള പൈനാപ്പിൾ മാക്സിമം ഒഴിവാക്കുക. നല്ല മധുരമുള്ള പൈനാപ്പിൾ തന്നെ എടുക്കാൻ ശ്രമിക്കുക. എന്നിട്ട് ഇതേപോലെ അതിൻ്റെ സ്കിന്നൊക്കെ ചെത്തിയെടുക്കണം. സ്കിന്നൊക്കെ ചെത്തിയെടുത്തതിന് ശേഷം പൈനാപ്പിളിൻ്റെ മുള്ള് ഇതുപോലത്തെ എന്തെങ്കിലും വെച്ചിട്ട് കുത്തിയെടുക്കണം. എല്ലാ മുള്ളും ഇതുപോലെ കുത്തിയെടുക്കണം. കുറച്ച് ടൈം എടുക്കുന്ന കാര്യമാണ്, പക്ഷെ എന്തായാലും എല്ലാ മുള്ളും ഇതുപോലെ കുത്തിയെടുത്ത് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അടുത്തത് പൈനാപ്പിൾ പായസത്തിലേക്ക് വേണ്ട വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ സാബൂനരിയാണ്. ഈ സാബൂനരി ഈ ഒരു ഗ്ലാസ് എന്ന് വെച്ചാൽ ഇത് ഒരു കപ്പളവ് പറയുകയാണെങ്കിൽ ഒരു 1.5 കപ്പ്, ഒരു പൈനാപ്പിളിന് ഒരു 1.5 കപ്പ് സാബൂനരി എടുത്തിട്ട് വെള്ളത്തിൽ കുതിരാൻ വേണ്ടിയിട്ട് വെക്കണം. അരമണിക്കൂറോളം കുതിർക്കണം. ഇത് കുറച്ച് വലിയ സാബൂനരിയാണ് കിട്ടിയിട്ടുള്ളത്. ചെറിയ സാബൂനരിയും കിട്ടും. അപ്പം ഇങ്ങനെയുള്ള പായസങ്ങൾക്ക് കുറച്ചുകൂടി നല്ലത് ചെറിയ സാബൂനരി ഉപയോഗിക്കുന്നതാണ്. പക്ഷേ വലിയ സാബൂനരി ഉപയോഗിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല, രണ്ടും ഉപയോഗിക്കാം. പക്ഷെ കുറച്ചുകൂടി നല്ലത് ചെറിയ സാബൂനരിയാണ്. ഇപ്പോൾ പൈനാപ്പിളൊക്കെ നന്നായിട്ട് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇനി ഈ പൈനാപ്പിളിനെ ഇങ്ങനെ കൊത്തി കൊത്തി അരിയണം. ഈ ചക്കയൊക്കെ കൊത്തി അരിയുന്ന പോലെ കൊത്തി കൊത്തി കുഞ്ഞു കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് ഇതുപോലെ ചെത്തി ചെത്തി എടുക്കണം. ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഈ കൊത്തി അരിഞ്ഞു വെച്ച പൈനാപ്പിൾ അതിലിട്ടിട്ട് നന്നായിട്ട് വേവിക്കണം. എക്സ്ട്രാ വെള്ളമൊന്നും ആഡ് ചെയ്ത് കൊടുക്കണ്ട, പൈനാപ്പിളിൻ്റെ അതേ വെള്ളം തന്നെ മതി. എന്നിട്ട് നന്നായിട്ട് വേവിക്കുക. നന്നായിട്ട് വേവിക്കുക എന്ന് പറഞ്ഞാൽ അത് വെന്തതിന് ശേഷം പഞ്ചസാരയൊക്കെ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വരട്ടിയെടുക്കണം. ഇപ്പം വെള്ളമൊക്കെ വറ്റി നന്നായിട്ടൊന്ന് വരണ്ട് വരുന്നുണ്ട്. ഈ സമയത്ത് നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കണം. പഞ്ചസാര ആഡ് ചെയ്യേണ്ടത് പൈനാപ്പിളിൻ്റെ മധുരത്തിനനുസരിച്ച് വേണം പഞ്ചസാര ആഡ് ചെയ്യാൻ. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് നെയ്യും ആഡ് ചെയ്യാം. നെയ്യിൻ്റെ ചൊവ്വ ഇഷ്ടമുള്ളവർക്ക് കുറച്ചധികം ഒഴിക്കാം. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ നെയ്യോളം ഒഴിച്ചിട്ടുണ്ട്. ഇനി കൂടുതലും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. ഇനി ഇത് നന്നായിട്ട് വരട്ടിയെടുക്കണം. നന്നായിട്ട് വരളുക എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബ്രൗൺ കളറാവുന്ന വരെ പൈനാപ്പിൾ വരട്ടിയെടുക്കണം. ഇങ്ങനെയാണ് ലാസ്റ്റ് നമുക്ക് പൈനാപ്പിൾ കിട്ടുക. ഇങ്ങനെയാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഈ ഒരു പൈനാപ്പിൾ നമ്മൾ ഒരു പാത്രത്തിലേക്ക് മാറ്റിയിട്ട് തണിയാൻ വേണ്ടി വെക്കണം. നല്ലോണം തണിയണം. നല്ല ചൂട്, ഇപ്പം നല്ല ചൂടാണ്, അപ്പോൾ നന്നായിട്ട് അത് തണിയണം. അരമണിക്കൂർ കുതിർത്തതിന് ശേഷം സാബൂനരി നന്നായിട്ട് കഴുകണം. 3-4 തവണ കഴുകി ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. അടുത്തത് സാബൂനരി വേവിക്കാനാണ് അടുത്ത പരിപാടി. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം നല്ലോണം തിളപ്പിക്കുക. നല്ലോണം തിളയ്ക്കണം. വെള്ളം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക്
കഴുകി വെച്ച സാബൂനരി ഇട്ട് കൊടുക്കുക. ഇനി സാബൂനരി നന്നായിട്ട് വേവണം. വെന്തതിന് ശേഷം മാത്രം ഓഫാക്കിയാൽ മതി. നന്നായിട്ട് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് വേവുന്ന വരെ ഇതുപോലെ ഇളക്കി കൊടുക്കുക. ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. സാബൂനരി നന്നായിട്ട് ഈ വെള്ള കളറൊക്കെ മാറി ഒരു കൊഴുങ്ങനുണ്ടാവും. അതാണ് ഇതിൻ്റെ ഒരു കറക്റ്റ് പരുവം. ഇനി ഇതിൻ്റെ വെള്ളം വാർക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു തരിപ്പ വെച്ചിട്ട് അതിലേക്ക് ഊറ്റിയെടുക്കുക. അടുത്തത് ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് 1.5 ലിറ്റർ പാൽ ഒഴിക്കുക. പാല് നല്ലോണം തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുക്കണം. നമുക്ക് എത്ര മധുരം ഇഷ്ടമാണോ അതിനനുസരിച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. മധുരത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കണം. നന്നായിട്ട് പാല് തിളയ്ക്കണം. തിളച്ച് വരുന്ന സമയത്ത് അതിലേക്ക് സാബൂനരി ചേർക്കണം. സാബൂനരി അതിൽ നിന്ന് നന്നായിട്ട് ഒന്നും കൂടി വേവണം. ഇനി ഇതിലേക്ക് ഒരു ടിന്ന് അമൂലിൻ്റെ മിഠായി മേറ്റ് ഒഴിക്കണം. ഒരു ടിന്ന് കംപ്ലീറ്റ് ഒഴിക്കണ്ട, ഇതിൻ്റെ ഒരു അര ടിൻ ഒഴിച്ചാൽ മതി. അപ്പോൾ കുറച്ചും കൂടി മധുരം ആഡ് ആവും. അപ്പോൾ അതിനനുസരിച്ച് വേണം നേരത്തെ പഞ്ചസാര ആഡ് ചെയ്യാൻ. ഇനി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം. നന്നായിട്ട് ഇളക്കണം. ഇനി അവസാനം അതിലേക്ക് 1.5 ടേബിൾ സ്പൂണ് ബട്ടർ ചേർക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നന്നായിട്ട് പാല് തണയണം. തണഞ്ഞതിന് ശേഷം മാത്രമേ ബാക്കി കാര്യങ്ങൾ ചെയ്യാൻ പാടൂ. ഇപ്പം പാല് നന്നായിട്ട് തണിഞ്ഞിട്ടുണ്ട്. പാലും തണിഞ്ഞു, പൈനാപ്പിളിൻ്റെ വരട്ടിയതും തണിഞ്ഞിട്ടുണ്ട്. ഇനി എന്തെന്ന് വെച്ചാൽ ഈ പൈനാപ്പിളിൻ്റെ വരട്ടിയിലേക്ക് കുറച്ച് പാല് ഒഴിച്ചു കൊടുക്കുക. പാല് ഇതേപോലെ പൈനാപ്പിളിലേക്ക് ഒഴിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അത് നന്നായിട്ട് കട്ടിയിലാണ് ഇരിക്കുന്നത്. അപ്പോൾ അതിനൊന്ന് സോഫ്റ്റൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇതുപോലെ പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. അന്നേരം ഈ പൈനാപ്പിളിൻ്റെ ഈ ഒരു ഇത് നന്നായിട്ടൊന്ന് പൊതിരും. അപ്പം നന്നായിട്ട് പൊതിർന്നതിന് ശേഷം ബാക്കിയുള്ള പാലിലേക്ക് കംപ്ലീറ്റ് മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കണം. പക്ഷേ ഞാനൊരു കാര്യം പറയാം, ഇത് ചൂട് തണിഞ്ഞിട്ടേ ഇത് ചെയ്യാൻ പാടൂ, അല്ലെങ്കിൽ നിങ്ങളുടെ പാല് മൊത്തം പിരിഞ്ഞു പോകും. ഒരിക്കൽ അതേപോലെ ചെയ്തിട്ട് ഞങ്ങൾക്ക് ഇതുപോലെ അബദ്ധം പറ്റിയിട്ടുണ്ടായിരുന്നു. ചൂട് കംപ്ലീറ്റ് ആയിട്ട് പോയിട്ടില്ലായിരുന്നു. അതുകൊണ്ട് പിരിഞ്ഞു പോയി, പാല് മൊത്തം പിരിഞ്ഞു പോയി. അപ്പം അത് ശ്രദ്ധിക്കുക. ഒരിക്കലും ചൂടുള്ള സമയത്ത് പൈനാപ്പിളും പാലും കൂടി മിക്സ് ചെയ്യരുത്, അത് പിരിയും. നല്ലോണം തണിയണം. നല്ലോണം തണിഞ്ഞതിന് ശേഷം മാത്രം മിക്സ് ചെയ്യാം. ഇനി ഇതേപോലെ യോജിപ്പിച്ചിട്ട് ഇത് ബാക്കിയുള്ള പാലിലേക്കും കൂടി ആഡ് ചെയ്ത് കൊടുത്തിട്ട് നന്നായിട്ട് യോജിപ്പിക്കാം. നല്ല നല്ല ടേസ്റ്റുള്ള ഒരു പായസമാണ് പൈനാപ്പിൾ പായസം.
ഭയങ്കര ടേസ്റ്റാണ്. പൈനാപ്പിൾ ഇഷ്ടമുള്ള ആൾക്കാർ മാത്രം ഇത് ട്രൈ ചെയ്യുക. പൈനാപ്പിളിൻ്റെ ചൊവ ഇഷ്ടമില്ലാത്തവർ ഇത് ഉണ്ടാക്കിയാൽ ഇഷ്ടപ്പെടില്ല. അതുപോലെ തന്നെ പൈനാപ്പിൾ അലർജി ഉള്ളവരാണെങ്കിലും ഇത് കഴിക്കാൻ പാടില്ല. അല്ലെങ്കിൽ നല്ല അടിപൊളി എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റുള്ള ഒരു പായസമാണ് പൈനാപ്പിൾ പായസം. ഇതെല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഞാൻ വെറുതെ പറയുന്നതല്ല, ശരിക്കും നല്ല ടേസ്റ്റാണ്, സൂപ്പറാണ്. എല്ലാവർക്കും ഇന്നത്തെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. താങ്ക്